പലതരം ചേരുവകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യണേ. ഇങ്ങനെ വന്നിട്ടുള്ളത് വളരെ സ്പോഞ്ചിയും മോയ്സ്ചർ ആയിട്ടുള്ള ബനാന സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്ക് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. കേക്ക് ടിന്നിൽ നന്നായിട്ടൊന്ന് ഓയിലോ ബട്ടറോ തേച്ചെടുത്ത ശേഷം അതിന്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ വെട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ പേപ്പറിന്റെ മുകളിലും കൂടി കുറച്ച് ഓയിൽ തേച്ചെടുത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതോടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് കുറച്ച് പഞ്ചസാര കാരാമൽ ഇതാട്ടോ ചേർക്കുന്നത്. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും തരും. പഞ്ചസാര കാരാമൽ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. മെൽറ്റായി വരുന്ന സമയത്ത് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. ഇപ്പൊ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി ചെറുതായിട്ട് പത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് പതഞ്ഞു പോകും. കണ്ടില്ലേ, ഈ പാകമായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. അത് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചെടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ തെറിക്കും. വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചെടുത്ത ശേഷം ഒരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മളിപ്പോൾ ഒഴിച്ചെടുത്ത വെള്ളം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ തിളപ്പിക്കുമ്പോൾ 2 സെക്കൻഡിൽ കൂടുതൽ തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരാമൽ ഒത്തിരി തിക്കായി പോകും. ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരാമൽ ചൂടാറാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ബാക്കി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ടോ ഞാൻ എടുക്കുന്നത്. 1/2 കപ്പ് പ്ലസ് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമുക്ക് ഈ കേക്കിലേക്ക് ടോട്ടൽ വേണ്ടത്. പഞ്ചസാരയോടൊപ്പം 3 കറിയാമ്പ് കൂടി ഇട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല വലിയ കറിയാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര കാരമൽ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര കൂടി ഇതോടൊപ്പം ഇട്ട് പൊടിച്ചാൽ മതി കേട്ടോ. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ്. ഒരു മീഡിയം ലാർജ് സൈസിലുള്ള നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ മൈദപ്പൊടി 1 കപ്പാണ് നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പ്. ഇത്രയും ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് നല്ല ലൈറ്റും ഫ്ലഫി ആയി കിട്ടാനായിട്ട് ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ ബോൾ എടുക്കുക. അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിടാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കേക്കിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇപ്പോൾ ഈ റെസിപ്പി ഞാൻ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ചധികം സമയം ബീറ്റ് ചെയ്യേണ്ടി വരും. 3-4 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുക. വീണ്ടും 1 മിനിറ്റോളം ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടെടുത്ത് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. പഞ്ചസാരയും എഗ്ഗും നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾ ഹാൻഡ് വിസ്ക് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിൽ കൈ വിടാതെ നല്ല ഫാസ്റ്റ് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ എഗ്ഗിന്റെ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറാവും, നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആവും. അതാണ് ഇതിന്റെ പാകം. ഇപ്പം ഇതായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ പാകത്തിൽ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. കേക്ക് നല്ല മോയ്സ്ചറും ഫ്ലഫി ആയി കിട്ടാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരാമൽ നന്നായിട്ട് ചൂടറിയിട്ടുണ്ട്. ഇത് കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങോട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് കാരാമൽ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കാം. വെജിറ്റബിൾ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബനാന പേസ്റ്റ് അങ്ങ് ഇട്ടെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കാം. ഓവനിൽ വെക്കുന്നവരെ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടാം. ഇതുപോലെ അടുപ്പത്ത് വെക്കുന്നവരെ നല്ലൊരു കട്ടിയുള്ള പാത്രം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനകത്ത് ഇതുപോലെ 2 പാത്രം വെക്കണമെന്നില്ല. ഇതിൻ്റെ അടിയിൽ ഓവൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 പാത്രം വെക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് ഒരു സൈഡിലേക്ക് ചെരിയാൻ സാധ്യതയുണ്ട്. പാത്രം ഹൈ ഫ്ലെയിമിലാണ് ചൂടാൻ വെച്ചിട്ടുള്ളത്. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് 3 പ്രാവശ്യമായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 2 ബാച്ച് പൊടിയോട്ട് ഓൾമോസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ബാച്ച് പൊടി ഇടുന്നതിന് മുമ്പായിട്ട് പൊടിയിൽ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇത് തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാഷ്നട്ട് കൂടി ഇടണമെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് കാഷ്നട്ട് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അത് ഇത്ര അളവൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇടാം. എനിക്കിപ്പോൾ ഇവിടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇച്ചിരി തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചില സമയത്ത് എനിക്ക് പാൽ ഒഴിക്കേണ്ടി വരലുണ്ട്, പക്ഷേ ഈ തവണ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, കറക്റ്റ് തന്നെയായിരുന്നു. ബാറ്റർ റെഡിയായ ശേഷം ഞാനിവിടെ കേക്ക് ടിന്നിലേക്ക് മാറ്റി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് താഴത്തേക്ക് താന്നു പോയിട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് കാഷ്നട്ട് വെച്ചെടുക്കാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് താന്നു പോവാതെ മുകളിൽ തന്നെ ഇരുന്നോളും. എയർ ബബിൾസ് ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. കുക്കായിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റും കൂടി ഒന്നും കൂടി വെച്ചാൽ മതി. ചൂടനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റും കൂടി ഒന്നുകൂടി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 50 മിനിറ്റ് കൊണ്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.